നമസ്തേ. സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ്. ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം 5. മക്കളെ, പഞ്ചമഃ പാഠഃ സൂക്തിരത്നാനി. പഞ്ചമഃ പാഠഃ, 5ാമത്തെ പാഠം സൂക്തിരത്നാനി. നല്ല സൂക്തികൾ, അല്ല, നല്ല സൂക്തങ്ങൾ, സൂക്തി രത്നങ്ങൾ, നല്ല വിലപിടിച്ച സുഭാഷിതങ്ങൾ, നല്ല എന്താ പറയുക, സാരവത്തായിട്ടുള്ള ഭാഷിതങ്ങൾ. സൂക്തി രത്നാനി. കൈരള്യം വിദ്യമാനാനി സ്വാതന്ത്ര്യ മഹത്വ സൂചകാനി കാനിചന പദ്യാനി ശ്രാവയിത്വ തദധികൃത്യ പ്രശ്നാൻ പൃച്ഛതി. ഏതാദൃശാനി പദ്യാനി പൂർവം ശ്രുതാനി കിം? ഏതേഷു പദ്യേഷു പ്രതിപാദ്യ വിഷയഃ കഃ? ഏതാദൃശാനി അന്യാനി പദ്യാനി ജാനന്തി കിം? പഞ്ചമഃ പാഠഃ സൂക്തിരത്നാനി. കൈരള്യാം വിദ്യമാനാനി. കൈരളി, കേരളസ്യ ഇദം കൈരളി. കൈരള്യാം, കേരള ഭാഷയിൽ, മലയാള ഭാഷയിൽ, വിദ്യമാനാനി ഉള്ളതായ, സ്വാതന്ത്ര്യ മഹത്വ സൂചകാനി, സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന, കാനിചന പദ്യാനി ശ്രാവയിത്വ, കുറച്ച് പദ്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ട്, തദധികൃത്യ, അതിനെക്കുറിച്ച്, അധികൃത്യ ലബന്ധം അവ്യയം, പ്രശ്നാൻ പൃച്ഛതി, ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഏതാദൃശാനി പദ്യാനി പൂർവം ശ്രുതാനി കിം? ഇത്തരത്തിലുള്ള ശ്ലോകങ്ങൾ, പദ്യങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടോ? ഏതേഷു പദ്യേഷു പ്രതിപാദ്യ വിഷയഃ കഃ? ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ള, വർണ്ണിച്ചിട്ടുള്ള, വിവരിച്ചിട്ടുള്ള വിഷയം എന്താണ്? ഏതാദൃശാനി അന്യാനി പദ്യാനി ജാനന്തി കിം? ഇത്തരത്തിലുള്ള മറ്റ് പദ്യങ്ങൾ അറിയുമോ എന്നെല്ലാമാണ് ചോദ്യം. ആമുഖം. സുഷ്ഠു ഭാഷിതാനി സുഭാഷിതാനി. സുഷ്ഠു, വളരെ നന്നായിട്ടുള്ള ഭാഷിതങ്ങൾ. സമ്യക് ഭാഷിതാനി, അല്ലെ സുഷ്ഠു ഭാഷിതാനി സുഭാഷിതാനി, അല്ലെ ശോഭനം ഭാഷിതാനി സുഭാഷിതാനി. ഇവിടെ സുഷ്ഠു ഭാഷിതാനി സുഭാഷിതാനി എന്നാണ് പറയുന്നത്. താനി ആകർഷകാണി ചിന്തോദ്ദീപകാനി ച ഭവന്തി. അവ, ആദ്യം പാഠം ഒന്നുകൂടെ വായിക്കട്ടെ. സുഷ്ഠു ഭാഷിതാനി സുഭാഷിതാനി താനി ആകർഷകാണി ചിന്തോദ്ദീപകാനി ഭവന്തി. സംസ്കൃതഭാഷായാം അമൂല്യാനി സുഭാഷിതാനി സന്തി. നൈകേ പണ്ഡിതാഃ സുഭാഷിതാന്യധികൃത്യ ബഹുധാ പരാമൃഷ്ടവന്തഃ. തേഷു പ്രമുഖഃ ഭവതി രവീന്ദ്രനാഥ ടാഗോർ മഹാശയഃ. തസ്യ മതേ സുഭാഷിതാനി വിവേകഗുളികാഃ സന്തി. സമാജസ്യ ഹിതായ യോഗ്യാനി സ്വാതന്ത്ര്യാദീനാം പോഷകരൂപാണി കാനിചന സുഭാഷിതാനി പഠാമഃ. താനി സ്വജീവനെ സ്വാംശീകുർമശ്ച. സുഷ്ഠു ഭാഷിതാനി സുഭാഷിതാനി. നല്ല ഭാഷിതങ്ങളാണ് സുഭാഷിതങ്ങൾ, നന്നായിട്ടുള്ള പറച്ചിലുകൾ. ശോഭനങ്ങളായ ഭാഷിതങ്ങൾ സുഭാഷിതങ്ങൾ. താനി ആകർഷകാണി ചിന്തോദ്ദീപകാനി ഭവന്തി. ആ പദ്യങ്ങൾ ആകർഷകങ്ങളാണ്, നമ്മളെ പെട്ടെന്ന് അതിലേക്ക് ശ്രദ്ധ തിരിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ചിന്തോദ്ദീപകാനി ഭവന്തി, ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്നത്, ചിന്തയെ ഉണർത്തുന്നതും കൂടി ആണ്. സംസ്കൃത ഭാഷയിൽ അമൂല്യാനി സുഭാഷിതാനി സന്തി. വളരെ വിലപിടിച്ച സുഭാഷിതങ്ങൾ ഉണ്ട്. നൈകേ പണ്ഡിതാഃ. നൈകേ, നയേകം, ഒന്നല്ല, പിന്നെയോ അനേകം. അനേകാഃ പണ്ഡിതാഃ, ധാരാളം പണ്ഡിതന്മാർ. സുഭാഷിതാനി അധികൃത്യ, അപ്പോൾ രണ്ടും കൊണ്ട് ചേർത്തപ്പോൾ സുഭാഷിതാന്യധികൃത്യ. അധികൃത്യ എന്ന് മാത്രം എടുക്കുമ്പോൾ അത് ലബന്ധം അവ്യയം. ബഹുധാ പരാമൃഷ്ടവന്തഃ, സുഭാഷിതത്തെക്കുറിച്ച് ധാരാളം പരാമർശിച്ചിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട്. തേഷു പ്രമുഖഃ ഭവതി, അതിൽ പ്രമുഖമാണ്, പ്രധാനപ്പെട്ടതാണ്, പ്രധാനപ്പെട്ട ഒരു പരാമർശം നടത്തിയ മഹാനാണ് രവീന്ദ്രനാഥ ടാഗോർ മഹാശയ.
തസ്യ മതേ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സുഭാഷിതാനി വിവേക ഗുളികാഹ സന്ധി, സുഭാഷിതങ്ങൾ എന്നത് എന്താണ്, മുത്തുകളാണ്, അല്ലെങ്കിൽ വിവേക ഗുളികകളാണ്, അറിവിൻ്റെ നിറകുടങ്ങളാണ്. സമാജസ്യ ഹിതായ, സമാജത്തിൻ്റെ ഹിതത്തിനു വേണ്ടി യോഗ്യാനി സ്വാതന്ത്ര്യാദീനാം പോഷകരൂപാണി കാനിജന സുഭാഷിതാനി പഠാമഹ, സമാജത്തിൻ്റെ ഹിതമായ കാര്യങ്ങൾക്ക് യോഗ്യമായ തരത്തിൽ സ്വാതന്ത്ര്യാധീനം പോഷകരൂപാണി, അന്ന് ഭാരതം സ്വതന്ത്രമായിരുന്നില്ല, പാരതന്ത്ര്യത്തിലായിരുന്നു. ആ സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടി പോഷകരൂപമായിട്ടുള്ള, അതിനെ പോഷിപ്പിക്കുന്ന തരത്തിലുള്ള കാനിജന സുഭാഷിതാനി പഠാമഹ, ചില സുഭാഷിതങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. താനി സ്വജീവനെ സ്വാംശി കുർമഹശ്ച, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വാംശീകരിക്കുകയും വേണം എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് എടുക്കുകയും വേണം, നമ്മൾ അതിൻ്റെ വക്താക്കളായി തീരുകയും വേണം. മഹാകവിന കുമാരനാശാൻ മഹോദയേന കൈരള്യാം രചിതം സുഭാഷിതം സംസ്കൃതഭാഷായ അനുദ്യന്തേ. മഹാകവിന കുമാരനാശാൻ മഹോദയേന, മഹാകവി കുമാരനാശാനാൽ കൈരള്യാം രചിതം, മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു സുഭാഷിതം, അത് സംസ്കൃത ഭാഷയ അനുദ്യതേ, സംസ്കൃത ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുകയാണ്. ഇവിടെ എന്താണ്, ഈ കിളിയെ കൂട്ടിൽ നിന്ന് തുറന്നു വിട്ടു അല്ലേ, വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ. അങ്ങനെ കൂട്ടിൽ നിന്ന് തുറന്നു വിട്ട ഒരു തത്ത. സ്വാതന്ത്ര്യമേവാപ്യമൃതം സ്വാതന്ത്ര്യം ചൈവ ജീവിതം പാരതന്ത്ര്യം മാനിനാം തോ മരണാച്ച ഭയാനകം. ഇത് ശ്ലോകം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മലയാള തർജ്ജമ വരുന്നുണ്ട് അല്ലേ. സ്വാതന്ത്ര്യമേവാമൃതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം ചൈവ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനിനാം തോ, പാരതന്ത്ര്യം മാനികൾക്ക്, മരണാച്ച ഭയാനകം, മരണത്തേക്കാൾ ഭയാനകമാണ്. അപ്പോൾ എന്താണ്, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നാണ് അതിൻ്റെ മലയാളത്തിലെ സാരം. അപ്പം തന്നെ അർത്ഥം മനസ്സിലായില്ലേ. സ്വാതന്ത്ര്യമേവാപ്യമൃതം, സ്വാതന്ത്ര്യം ഏവ അഭി അമൃതം, സ്വാതന്ത്ര്യം ച ഏവ ജീവിതം, പാരതന്ത്ര്യം മാനിനാം തോ മരണാത് ച. അതാണ് പുതിയൊരു വാക്കാണത്, അങ്ങനത്തെ വാക്ക് പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മരണാച്ച, മരണാത് ചത്ത് ച എന്നായി മാറും. അപ്പോൾ മരണാത് ച ഒന്ന് മനസ്സിലാക്കുക, വാക്ക് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പദച്ഛേദത്തിൻ്റെ സ്ഥലത്ത്. സ്വാതന്ത്ര്യം ഏവ അഭി അമൃതം, സ്വാതന്ത്ര്യം ച ഏവ ജീവിതം, പാരതന്ത്ര്യം മാനിനാം തോ മരണാത് ച ഭയാനകം. സ്വാതന്ത്ര്യം എന്നത് അമൃതമാണ്, അത് മരണമില്ലാത്ത അവസ്ഥയാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി നമ്മൾ ത്യാഗോജ്വലമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് പറയണം. അതിനു വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമുക്കെന്തെങ്കിലും ജീവന് തന്നെ അപായം വരികയാണെങ്കിൽ പോലും അത് അമൃതമായി കരുതണമെന്ന്. സ്വാതന്ത്ര്യമേവ അമൃതം, സ്വാതന്ത്ര്യം ചൈവ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനിനാം തോ. ഈ പാരതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൻ്റെ വിപരീതമാണ്, എതിർപ്പതാണ് പാരതന്ത്ര്യം. ആ പാരതന്ത്ര്യം മാനിനാം തോ, അഭിമാനികൾ ഒരിക്കലും പാരതന്ത്ര്യത്തെ, അടിമത്തത്തെ ഇഷ്ടപ്പെടുന്നില്ല. അവർ അടിമത്തത്തിൽ കഴിയാതെ, അടിമത്തത്തിൽ നിന്നും മോചിതരാകാൻ വേണ്ടിയിട്ടാണ് അവർ തൻ്റെ ജീവനെ സമർപ്പിച്ചിട്ടുള്ളത് നാടിനു വേണ്ടിയിട്ട്. പാരതന്ത്ര്യം മാനിനാം തോ, പാരതന്ത്ര്യം മാനികൾക്ക് മരണാത് ച ഭയാനകം, മരണത്തേക്കാൾ ഭയാനകമാണ്, മൃത്യുവേക്കാൾ ഭയാനകമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്?
സ്വാതന്ത്ര്യമേവാപ്യമൃതം സ്വാതന്ത്ര്യം ചൈവ ജീവിതം പാരതന്ത്ര്യം മാനിനം തോ മരണാച്ച ഭയാനകം. സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. പദച്ഛേദഃ. ഏവാപ്യമൃതം ഏവ അപി അമൃതം ചൈവ ച ഏവ മരണാച്ച മരണാത് ച. പ്രധാനപ്പെട്ടതാണ്. വിഗ്രഹം. സ്വാതന്ത്ര്യം സ്വസ്മിൻ തന്ത്രിഃ സ്വതന്ത്രഃ. തെറ്റിപ്പോയി. സ്വസ്മിൻ തന്ത്രഃ സ്വതന്ത്രഃ തസ്യ ഭാവഃ സ്വാതന്ത്ര്യം. മാനിനാം പ്രശസ്തം മാനം അസ്യ അല്ല പ്രശസ്തം മാനം അസ്യ അസ്തി ഇതി മാനി അഭിമാനി തേഷാം മാനിനാം അഭിമാനിനാം. സ്വാതന്ത്ര്യം ഏവ അഭി അർത്ഥം സ്വതന്ത്രത ഏവ അഭി അമൃതം മൃതിരാഹിത്യം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ചാലും അവരുടെ ആ യശസ് എന്നെന്നും ലോകത്തിൽ നിലനിൽക്കുമ്പോൾ അവർ അമൃതരാണ്, മരണമില്ലാത്തവരായിട്ട് ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കണം. മൃതിരഹിതം. സ്വാതന്ത്ര്യം ഏവ സ്വതന്ത്രത ഏവ ജീവിതം ജീവനം ച മാനിനാം തു അഭിമാനിനാം തു പാരതന്ത്ര്യം സ്വതന്ത്രതായാः അഭാവः മരണാത് ച മൃത്യോः അപി ഭയാനകം ഭീതിജനകം ഭവതി അസ്തി. സാരാംശഃ. സ്വാതന്ത്ര്യമേവ അമരത്വം ഭവതി. സ്വാതന്ത്ര്യം എന്നത് അമരത്വമാണ്. സ്വാതന്ത്ര്യമേവ ജീവനം ഭവതി, അത് ജീവിതമാണ്. പാരതന്ത്ര്യം തു അഭിമാനിനാം, പാരതന്ത്ര്യം അഭിമാനികൾക്ക്. മൃത്യുമപേക്ഷ, മരണത്തെ അപേക്ഷിച്ച് ഭയാനകം ഭവതി, മരണത്തേക്കാൾ ഭയാനകമാണ്. സ്വാതന്ത്ര്യം വിനാ ജീവനം മരണമേവ. അപ്പം സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് മരണമാണ്, മരണം പോലെ ആണ്. അപ്പം നമ്മളാരെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള ഒരു റൂമിലിട്ടിട്ട് നമ്മളെ അടച്ച് പുറത്തേക്കൊന്നും ഇറങ്ങാനോ നോക്കാനോ ഒന്നും പറ്റാതെ എല്ലാ കാര്യങ്ങളും ആ റൂമിൽ ഉണ്ടെങ്കിൽ നമ്മളത് ഏറ്റവും വലിയൊരു സ്ഥലമായിട്ട് നമ്മൾ കരുതുമോ? നമ്മൾ കരുതൂല. നമുക്കെന്താണ്, പുറത്തേക്ക് പോകണം അല്ലേ? ആ എല്ലാവരെയും കണ്ട് പ്രകൃതി കണ്ട് അങ്ങനെ വളരെ സന്തോഷയുക്തരായിട്ട് കഴിയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളും തന്നെ ഒരു കിളിയെ ആയാലും ഒന്നും തന്നെ പല തീറ്റകളും കൊടുത്ത് അതിനെ കൂട്ടിലാക്കണ്ട. അതിനിഷ്ടം എന്താണെന്നറിയോ? അതിനിങ്ങനെ സ്വതന്ത്രമായ വായുവിൽ അങ്ങനെ പാറിപ്പറന്ന് എവിടെയെങ്കിലും ഇല്ലയോ മുളയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ചില്ലിയിലിരുന്നൊന്ന് ഊഞ്ഞാലാടുമ്പോൾ അതിൻ്റെ സുഖം അതിനൊന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് ആരും കിളികളെ ഒന്നും കൂട്ടിലിട്ട് അങ്ങനെ സംരക്ഷിക്കേണ്ട. അവർ വിട്ടയക്കുക കൂട്ടിൽ നിന്ന്. എന്നെ ഞാൻ ഒട്ടു വാനിൽ പറന്നു നടക്കട്ടെ എന്നാണ് ആ കിളി പണ്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പോഴും. അപ്പം ഇനി എന്താ പറയേണ്ടത്? കേരള പാഠാവലി തെറ്റിപ്പോയി വായിച്ചതാണേ. ശ്രീനാരായണ ഗുരുദേവേന അരുവിപ്പുറ ഗ്രാമേ ശിവലിംഗ പ്രതിഷ്ഠാ വേളായാം ദേവാലയ ഭിത്തോ കൈരള്യാം ലിഖിതം സുഭാഷിതം സംസ്കൃതഭാഷയാ അനുദ്യത്തെ. ശ്രീനാരായണ ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞിട്ടുള്ള ആ നാരായണ ഗുരു, ആ നാരായണ ഗുരുദേവനാൽ അരുവിപ്പുറത്ത് ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. അവിടെ ആ ദേവാലയ ഭിത്തിയിൽ കൈരളിയിൽ മലയാളത്തിൽ ലിഖിതമായിട്ടുള്ള ഒരു സുഭാഷിതമാണ്, ഒരു നല്ല വചനമാണ് ഇവിടെ സംസ്കൃത ഭാഷയിൽ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളത്. നോക്കാം. ജാതിഭേദം മതദ്വേഷം വിനാ യത്ര ജനാസമേ സോദരത്വേന വർത്തന്തേ മാതൃകാസ്ഥാനമപ്യത. ജാതിഭേദം മതദ്വേഷം വിനാ യത്ര ജനാസമേ സോദരത്വേന വർത്തന്തേ മാതൃകാസ്ഥാനമപ്യത. ഇതിനിപ്പോൾ തർജ്ജമുണ്ടല്ലോ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് അതിൻ്റെ തർജ്ജമ. എങ്ങനെയാണ്?
ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇത് എന്ന്. ഇനി അതിൻ്റെ പദച്ഛേദം നോക്കാം. ജാതിഭേദം മതദ്വേഷം വിനാ എത്ര ജനാഹ സമേ സോദരത്വേന വർത്തന്തേ മാതൃകാസ്ഥാനം അഭി അധഃ. അപ്യധഃ പിരിക്കുമ്പോൾ അഭി അധഃ. അപ്പില്ല, അഭി അധഃ. പി എന്നും ആ എന്നും അല്ലെങ്കിൽ ഈ എന്നും ആ എന്നും കൂടെ ചേരുമ്പോൾ അവിടെ യകാരം വരികയാണ്. അപ്യധഃ. അന്വയം. എത്ര യസ്മിൻ സ്ഥാനെ സമേ സർവേ ജനാഃ ലോകാഃ ജാതിഭേദം വിവിധാം ജാതിചിന്താം മതദ്വേഷം അഭിവിനാ ധർമ്മവിദ്വേഷം അഭിവിനാ ജാതി മതം അതിൻ്റെ ദ്വേഷം കൂടാതെ സോദരത്വേന സഹോദരഭാവേന വർത്തന്തേ ഭവന്തി അധഃ ഇദം അതുകൊണ്ട് ഇത് മാതൃകാസ്ഥാനം ആദർശസ്ഥാനം ഭവതി അസ്തി. എത്ര സർവേ ജനാഃ ജാതിഭേദം ധർമ്മദ്വേഷം ച വിനാ വസന്തി സോയം ആശ്രമഃ മാതൃകാസ്ഥാനം ഭവതി. എത്ര എവിടെയാണോ സർവേ ജനാഃ എല്ലാ ജനങ്ങളും ജാതി ചിന്തയും ധർമ്മവിദ്വേഷവും ജാതി പലതരം ജാതികളിൽ നമ്മളെ തിരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ദുരവസ്ഥയായിട്ട് തീർന്നിട്ടുള്ളത്. ആ ജാതി ചിന്തയും അതേപോലെ ധർമ്മത്തിൻ്റെ പേരിലുള്ള വിദ്വേഷം ഓരോരോ ആചാരത്തിൻ്റെയും അല്ലെങ്കിൽ അഭിപ്രായത്തിൻ്റെയും ഒക്കെ പേരിലുള്ള വിദ്വേഷം അതും നമുക്കൊരു വലിയ ആപത്താണ്. ചവിന അതൊന്നും കൂടാതെ വസന്തി വസിക്കുന്നു സ്വയം ആശ്രമഃ ആ ആശ്രമം മാതൃകാസ്ഥാനം ഭവതി മാതൃകാസ്ഥാനമാണ് എന്ന്. അപ്പോൾ നമ്മളതിൻ്റെ തർജ്ജമയൊക്കെ പറഞ്ഞല്ലോ. ഇനി സൂക്തിമാലായാം ലോക വശീകരണാർത്ഥം ക്ഷമാ സ്നേഹ ദയാദീനാം പ്രാധാന്യം പ്രദർശയതി. സൂക്തിമാലയിൽ ലോകവശീകരണാർത്ഥം ലോകത്തെ വശീകരിക്കാൻ വേണ്ടി ക്ഷമാ സ്നേഹ ദയ ആദീനാം പ്രാധാന്യം പ്രദർശയതി. സൂക്തിമാലയിൽ ജനങ്ങളെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ദയയുടെയും പ്രാധാന്യത്തെ പ്രദർശിപ്പിക്കുകയാണ്. ക്ഷമയാ ദയയാ പ്രേംണ സോനൃതേനാർജവേന ച വശീകുര്യാത് ജഗത് സർവം വിനയേന ച സേവയാ. ക്ഷമയാ ദയയാ പ്രേംണ സോനൃതേനാർജവേന ച വശീകുര്യാത് ജഗത് സർവം വിനയേന ച സേവയാ. പദച്ഛേദം. ക്ഷമയാ ദയയാ പ്രേംണ സൂനൃതേന ആർജവേന ച വശീകുര്യാത് ജഗത് സർവം വിനയേന ച സേവയാ. പദച്ഛേദം അവിടെ എഴുതിയൊന്ന് വായിക്കട്ടെ. സൂനൃതേന ആർജവേന വശീകുര്യാത് ജഗത് വശീകുര്യാത് ജഗത്. അന്വയം. ക്ഷമയാ ക്ഷമാഗുണേന ദയയാ കാരുണ്യേന പ്രേംണ സ്നേഹേന സൗനൃതേന സത്യവചനേന ആർജവേന വാത്സല്യേന വിനയേന വിനീതഭാവേന സേവയാ സേവനപ്രവൃത്തിയ ജഗത് സർവം അഖിലം ലോകം വശീകുര്യാത് സ്വായത്തീകുര്യാത്. അപ്പോൾ സൂനൃതേന ക്ഷമാഗുണം ക്ഷമിക്കുക, എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും കോപിക്കാതിരിക്കുക, അതാണ് ക്ഷമ. ദയ മറ്റ് ജീവികളോടുള്ള സ്നേഹം, പാവപ്പെട്ടവരോടും കഷ്ടപ്പെടുന്നവരോടും ഒക്കെ ഉള്ള വേദന അനുഭവിക്കുന്നവരോടൊക്കെ ഉള്ള ഒരു സ്നേഹമാണ് ദയ, കാരുണ്യം. പ്രേംണ പ്രേമം, സ്നേഹം. സൂനൃതേന സത്യവചനേന സൂനൃതേന നൃതം എന്ന് പറഞ്ഞാൽ സത്യമാണ്. സൂനൃതേന സത്യവചനേന ആർജവേന വളരെ വാത്സല്യത്തോടു കൂടിയിട്ട് വിനയേന വിനീതഭാവേന സേവയാ പ്രവൃത്തിയച്ച സർവം ജഗത്ത് അഖിലം ലോകം വശീകുര്യ സ്വായത്തീകുര്യ നമുക്ക് വശീകരിക്കാൻ ആകും. അപ്പം എന്താ ഇവിടെ പറയണത്? ക്ഷമയ ദയയ സത്യവചനേന സ്നേഹേന വിനയേന സേവനേന ച സർവം ലോകം വശീകർത്തും ശക്നുമഃ. ലോകഹിതാർത്ഥം
ക്ഷമാദയ ഗുണാ ആചരണീയ ഇതി താൽപ്പര്യം. അതായത് ക്ഷമ, ദയ, സത്യവചനം, സ്നേഹം, വിനയം, സേവനം എന്നിവയെക്കൊണ്ട് സർവ്വലോകത്തെയും വശീകരിക്കാൻ നമുക്ക് കഴിയും. ക്ഷമ കൊണ്ടും ദയ കൊണ്ടും സത്യവചനം കൊണ്ടും സ്നേഹം കൊണ്ടും വിനയം കൊണ്ടും സേവനം കൊണ്ടും സർവ്വലോകത്തെയും വശീകരിക്കാൻ നമുക്ക് ശക്നുമഹ കഴിയും. ലോകഹിതാർത്ഥം, ലോകത്തിൻ്റെ ഹിതത്തിനു വേണ്ടി, ജനങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ഷമാദയ ഗുണാഹ, ക്ഷമ തുടങ്ങിയ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ഷമ, ദയ, സത്യം, സ്നേഹം, വിനയം, സേവനം എന്നീ ഗുണങ്ങൾ ആചരണീയ ഇതി താൽപ്പര്യം, നമ്മളും ആചരിക്കണമെന്ന് താൽപ്പര്യാർത്ഥം. ഇനി വിഷ്ണു ശർമ്മ പഞ്ചതന്ത്രേ ആത്മനഃ അഹിതം കാര്യം പരേഭ്യഃ ന കർത്തവ്യമിതി സൂചയതി. നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്, വിഷ്ണു ശർമ്മ എഴുതിയതാണ് പഞ്ചതന്ത്രം എന്നുള്ളത് അല്ലേ. അപ്പോൾ വിഷ്ണു ശർമ്മ ആ പഞ്ചതന്ത്രം എന്ന കഥയിൽ ആത്മനഃ അഹിതം കാര്യം, തനിക്ക് അഹിതമായ കാര്യം, തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം, പരേഭ്യഃ ന കർത്തവ്യം, അത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ചെയ്യരുത്. തനിക്കിഷ്ടമല്ലാത്ത കാര്യം ആളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കരുത് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ശ്രൂയതാം ധർമ്മ സർവസ്വം ശ്രുത്വാ ചൈവ വിചാര്യതാം ആത്മനഃ പ്രതികൂലാനി പരേഷാം ന സമാചരേത്. ഒന്നുകൂടെ, ശ്രൂയതാം ധർമ്മ സർവസ്വം ശ്രുത്വാ ചൈവ വിചാര്യതാം ആത്മനഃ പ്രതികൂലാനി പരേഷാം ന സമാചരേത്. പദച്ഛേദം: ശ്രൂയതാം ധർമ്മ സർവസ്വം ശ്രുത്വാ ത്വാന്തമവ്യയം ചൈവ ചാധികമേവ വിചാര്യതാം ആത്മനഃ പ്രതികൂലാനി പരേഷാം ന സമാചരേത്. ചൈവ ചയേവ. ധർമ്മസർവസ്വം, ധർമാണാം സാരാംശം. ശ്രൂയതാം ആകർണ്യതാം, ശ്രുത്വാ ഏവ ആകർണ്യ ഏവ വിചാര്യതാം ചിന്ത്യതാം ആത്മനഃ സ്വസ്യ പ്രതികൂലാനി വിപരീതാനി കാര്യാണി പരേഷാം അന്യേഷാം കൃതേ ന സമാചരേത് ന കുര്യാത്. അപ്പം ധർമ്മത്തിൻ്റെ സന്ദേശം, ധർമ്മത്തിൻ്റെ സാരാംശം നിങ്ങൾ കേൾക്കൂ. കേട്ടത് നമ്മൾ മനനം ചെയ്യണം, വിചാരം ചെയ്യണം. ആ വിചാരം ചെയ്ത് പ്രതികൂലമായ കാര്യമാണെങ്കിൽ നമ്മളത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യരുത്. അപ്പോൾ ധർമ്മസർവസ്വം, ധർമാണാം സാരാംശം. ശ്രൂയതാം ആകർണ്യതാം, കേട്ടാലും. ശ്രുത്വ ഏവ ച ആകർണ്യ ഏവ ച വിചാര്യതാം, വിചാരിക്കണം, ചിന്തിക്കണം. ആത്മനഃ സ്വസ്യ പ്രതികൂലാനി വിപരീതാനി കാര്യാണി പരേഷാം അന്യേഷാം കൃതേ ന സമാചരേത്, നമ്മൾ ചെയ്യരുത്. ന കുര്യാത്. ആത്മനഃ അനിഷ്ടം കാര്യം, തനിക്ക് അനിഷ്ടമായ കാര്യം. അന്യേഭ്യോ ന കുര്യാത് ഇതി ധർമാണ സാരാംശം ശ്രദ്ധയാ ശൃണു, മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കരുത് എന്ന സാരാംശം ശ്രദ്ധിച്ച് കേട്ടാലും. ശ്രുത്വ സമ്യക് അവഗച്ഛതു, അത് കേട്ട് ശരിക്ക് മനസ്സിലാക്കുക. സുഭാഷിതാനി സംഘശഃ വ്യക്തിശഃ ച സതാളം ആലപതു, സുഭാഷിതങ്ങൾ നന്നായിട്ട് ആലപിക്കുക. ഉചിതതാളം, അക്ഷരസ്ഫുടത, ആശയാവബോധ. മാതൃകാനുസാരം ആപ്തവാക്യാനി ധ്യേയവാക്യാനി ച സ്വീകൃത്യ സ്ഫോരകപത്രാണി നിർമ്മാതു. മാതൃകാനുസാരം, ഇവിടെ മാതൃകയാക്കി തിരിച്ചിട്ടുണ്ട് ആപ്തവാക്യം ധ്യേയവാക്യം. അങ്ങനെ അത് ആ മാതൃകാനുസാരം ആപ്തവാക്യങ്ങളും ധ്യേയവാക്യങ്ങളും സ്വീകരിച്ചിട്ട് നമ്മൾ അത് ചാർട്ട് പേപ്പറിലൊക്കെ എഴുതുക. അഹിംസ പരമോ ധർമ്മ, അത് ആപ്തവാക്യമാണ്. ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ ആപ്തന്മാരുടെ വാക്യം, പണ്ടത്തെ ഋഷികളുടെയും യോഗികളുടെയും ഒക്കെ വാക്യമാണ് ആപ്തവാക്യം. അഹിംസ പരമോ ധർമ്മ, ശരീരമാദ്യം ഖലു ധർമ്മസാധനം, വിദ്യാധനം സർവധനാപ്രധാനം. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അഹിംസ പരമോ ധർമ്മ, അഹിംസ ഏറ്റവും വലിയ ധർമ്മമാണ്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം, നമ്മളുടെ ഈ ധർമ്മങ്ങൾ, കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ഈ ശരീരം
രോഗമില്ലാത്തതായിരിക്കണം, ആരോഗ്യമുള്ളതായിരിക്കണം, രോഗദൃഢഗാത്രരായാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശരീരത്തെ ദുഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. അത് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ വിദ്യാധനം സർവധനാത് പ്രധാനം. വിദ്യ എന്ന ധനം എല്ലാ ധനത്തേക്കാളും പ്രാധാന്യമുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ പല ഗുണങ്ങളും വിദ്യയ്ക്ക് പറയുന്നുണ്ടല്ലോ. കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറുമേറിടും, മേന്മ നൽകും മരിച്ചാലും, വിദ്യ തന്നെ മഹാധനം. കൊണ്ടുപോകാനാകാത്തതും കള്ളന്മാർ കട്ടുകൊണ്ടുപോകാത്തതും പിന്നെന്താണ്, കൊടുക്കും തോറും വർദ്ധിക്കുന്നതും പിന്നെന്താണ്, മരിച്ചാലും മേന്മ നൽകുന്നതുമായ ധനമാണ് വിദ്യ. അതുകൊണ്ട് വിദ്യാധനം മഹാധനം, മഹധനം എന്ന് പറയുന്നു. സർവധനാ പ്രധാനം എന്ന് പറയുന്നു. അപ്പോൾ ഈ ആപ്തവാക്യം തന്നെയാണ് ധ്യേയവാക്യം. പക്ഷേ എല്ലാ ആപ്തവാക്യങ്ങളും ധ്യേയവാക്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ആപ്തവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആപ്തന്മാർ, മുനിമാർ, ഋഷിപുങ്കവന്മാർ പറഞ്ഞ വാക്യങ്ങൾ ഏതെങ്കിലും സംസ്ഥ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ, ഏതെങ്കിലും എന്താ പറയുക, അടയാളങ്ങളിൽ സൂചിപ്പിക്കുകയാണെങ്കിൽ അത് പിന്നെ എന്തായിരിക്കും, നമ്മൾ ദേശീയ പതാകയിലുള്ള അശോകചക്രം, അതിലുള്ള അശോകസ്തംഭം, അശോകസ്തംഭത്തിലുള്ള സത്യമേവ ജയതേ എന്ന വാക്യം ആപ്തവാക്യമാണ്, അത് ധ്യേയവാക്യമാണ്. പിന്നെ നോക്കാം. ധ്യേയവാക്യം യോഗക്ഷേമം വഹാമ്യഹം. ഞാൻ യോഗക്ഷേമത്തെ വഹിക്കുന്നു. എല്ലാവരുടെയും യോഗം, എല്ലാവരുടെയും സുഖമായ കാര്യത്തെ ഞാൻ വഹിക്കുന്നു. അത് LICയുടെ ധ്യേയവാക്യമാണ്. അതുകൊണ്ട് അത് ധ്യേയവാക്യമായി. ജ്ഞാനാദേവത്വ കൈവല്യം. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ധ്യേയവാക്യമാണ് ജ്ഞാനാദേവത്വ കൈവല്യം. ജ്ഞാനം കൊണ്ടാണ് മോക്ഷം കിട്ടുക എന്നുള്ളത്. അഹർനിശം സേവാമഹേ. ഞാൻ എപ്പോഴും നിങ്ങളെ സേവിക്കുന്നു. അത് എന്താ പറയുക, ദൂരവാണിയുടെ, ടെലിഫോണിൻ്റെ ധ്യേയവാക്യമാണ്. അപ്പം ആപ്തവാക്യം തന്നെ ആപ്തന്മാർ പറഞ്ഞ വാക്യമാണ്, യോഗികൾ പറഞ്ഞ വാക്യമാണ്, ഋഷിമാർ പറഞ്ഞ വാക്യമാണ്. അത് ഏതെങ്കിലും സംസ്ഥകൾ, സ്ഥാപനങ്ങൾ അവരുടെ ചിഹ്നത്തിൽ ലേഖനം ചെയ്താൽ അത് പിന്നെ എന്തായി, ധ്യേയവാക്യമായി. അതാണ് തിരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മാതൃകയിൽ വിദ്യാധനം സർവധനാത് പ്രധാനം, അത് ആപ്തവാക്യം. പിന്നെ കതിപയാനി ആപ്തവാക്യാനി ധ്യേയവാക്യാനി സംഗണകയന്ത്രേ ടങ്കണം കരോതു. നമ്മുടെ ആപ്തവാക്യങ്ങളും ധ്യേയവാക്യങ്ങളും നമ്മൾ ഈ മൊബൈൽ ഫോണിൽ നിന്നൊക്കെ പല സ്ഥലത്തുനിന്ന് എടുത്തിട്ട് നമ്മൾ ശേഖരിക്കുക. അടുത്തത് മാനവിക ഗുണപ്രതിപാദിക സുഭാഷിതാനി സഞ്ചിത്യ സമ്പുടമേകം നിർമ്മാതു. മാനവിക ഗുണപ്രതിപാദകം. മാനവരുടെ ഗുണത്തെ, നന്മയെ പ്രതിപാദിക്കുന്ന സുഭാഷിതങ്ങളുണ്ടല്ലോ, അത് ശേഖരിക്കുക. എന്നിട്ടൊരു സമ്പുടം, സുഭാഷിതത്തിൻ്റെ ഒരു സമ്പുടം, ധാരാളം പേജുള്ള ഒരു സുഭാഷിതങ്ങൾ എഴുതി ശേഖരിക്കുക. പിന്നെ ഒരു സുഭാഷിതം ഞാൻ പറയട്ടെ. ഹസ്തസ്യ ഭൂഷണം ദാനം, സത്യം കണ്ഠസ്യ ഭൂഷണം, ശ്രോത്രസ്യ ഭൂഷണം ശാസ്ത്രം, കിമാന്യർഭൂഷണൈ ഫലം. ഹസ്തസ്യ ഭൂഷണം ദാനം, കൈക്കലങ്കാരം ദാനമാണ്. സത്യം കണ്ഠസ്യ ഭൂഷണം, കണ്ഠത്തിന് അലങ്കാരം സത്യമാണ്. ശ്രോത്രസ്യ ഭൂഷണം ശാസ്ത്രം, ചെവിക്ക് അലങ്കാരം ശാസ്ത്രമാണ്. കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക. ശാസ്ത്രകാര്യങ്ങളും നല്ല സത്യകാര്യങ്ങളും ഒക്കെ തന്നെ കേട്ട് മനസ്സിലാക്കുക. കിമന്യഭൂഷണേ ഫലം. മറ്റുള്ള അലങ്കാര വസ്തുക്കളെ കൊണ്ട് എന്താണ് പ്രയോജനം? ഇങ്ങനെയുള്ള സുഭാഷിതങ്ങൾ ധാരാളമുണ്ട്, ശേഖരിക്കണം. അടുത്ത ചിത്രാണ സഹായേന പ്രശ്നാനം ഉത്തരാണി ലിഖതു. ചിത്രങ്ങളുടെ സഹായത്തോടെ പ്രശ്നങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുക, ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. ബാലകാഹ കേന ക്രീഡന്തി. ബാലകാഹ കന്തുകേന ക്രീഡന്തി. പന്തുകൊണ്ട് കളിക്കുന്നു. എന്തുകൊണ്ട് കളിക്കുന്നു? പന്തുകൊണ്ട് കളിക്കുന്നു. കർഷക കേന ഹലതി. ഇവിടെ ഒരു കർഷകർ എന്തുകൊണ്ടാണ് ഈ നിലം പൂട്ടുന്നത്, ഉഴുതുമറിക്കുന്നത്?
കർഷക ഹല കലപ്പ ഹലഹ കലപ്പ ഹലേന ഹലതി. കർഷക ഹലേന ഹലതി. കയാ ദേവം അലങ്കരോതി. കയാ സ്ത്രീലിംഗാണ്. മാല ആകാരാന്ത സ്ത്രീലിംഗാണ്. അതുകൊണ്ടാണ് കയാ എന്ന് ചോദിക്കുന്നത്. കയാ ദേവം അലങ്കരോതി. മാലയാ ദേവം അലങ്കരോതി. മാലയൊക്കെ ചാർത്തി ദേവനെ അലങ്കരിക്കുന്നു. ഛാത്രാഹ കയാ ലിഖന്തി. ഛാത്രാഹ തൂലികയാ ലിഖന്തി. രമേശ കയാ ഗച്ഛതി. ഒക്കെ ആകാരാന്താണ്. ത്രിചക്രിക, തൂലിക, മാല ഒക്കെ ആകാരാന്താണ്. അതുകൊണ്ടാണ് മാലയാ, തൂലികയാ, ത്രിചക്രികയാ എന്ന് പറയുന്നത്. മറ്റു രണ്ട് വാക്കുകൾ കന്തുക, ഹലഹ, അത് രണ്ടും അകാരാന്ത പുല്ലിംഗാണ്. അതുകൊണ്ടാണ് കന്തുകേന ഹലേന എന്ന് പറയുന്നത്. അടുത്തത് വിന ഇതി ശബ്ദം ഉപയുജ്യ സൂചനാനുസാരം വാക്യാനി രചയതു. യഥാ മീനഹ ജലം വിന ന ജീവതി. മീനുകൾ വെള്ളമില്ലെങ്കിൽ ജീവിക്കുകയില്ല. വിന എന്നതൊരവ്യയാണ്. അവ്യം സദൃശം ത്രിഷു ലിംഗേഷു സർവാസു ച വിഭക്തിഷു വചനേഷു ച സർവേഷു എന്നവ്യേതി തദവ്യം. ലിംഗം മാറിയാലും വചനം മാറിയാലും വിഭക്തി മാറിയാലും മാറ്റം വരാത്ത വാക്കാണ് അവ്യം. വിന എന്നത് അങ്ങനെ തന്നെ നിൽക്കും. സഹ, വിന, സാകം, സമം, ഇതൊക്കെ അവ്യയങ്ങളാണ്. അപ്പം വിന എന്ന അവ്യയത്തിൻ്റെ യോഗത്തിൽ ഇവിടെ ദ്വിതീയ വിഭക്തിയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അടുത്തത് പിന്നെ എന്താണ്? വായും വിന മനുഷ്യ ന ജീവതി. വിദ്യാം വിന മനുഷ്യ മൃഗ ഭവതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ദ്വിതീയ വിഭക്തിയിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. നാമരൂപങ്ങൾ നകാരാന്തം, പുല്ലിംഗം, ആത്മൻ ശബ്ദം. ആത്മാ, ആത്മാനോ, ആത്മാനഹ. ഹേ ആത്മൻ കുറച്ച് ടൈറ്റ് ഉണ്ടെങ്കിൽ കുറേ പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലാക്കിയാൽ മതി. സാവധാനം മനപ്പാടാക്കിയാൽ മതി, ഹൃദിസ്ഥാക്കിയാൽ മതി. ആത്മാ, ആത്മാനോ, ആത്മാനോ. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ല. നിങ്ങൾ എല്ലാ കാര്യങ്ങളും വേഗം ചെയ്യുന്ന കുട്ടികളാണ് കേട്ടോ. ആത്മാ, ആത്മാനോ, ആത്മാനഹ. ഹേ ആത്മൻ, ഹേ ആത്മാനോ, ഹേ ആത്മാനഹ. ആത്മാനം, ആത്മാനോ, ആത്മാനഹ. ആത്മന, ആത്മഭ്യം. ആത്മാനം, ആത്മാനോ, ആത്മനഃ. ആത്മന, ആത്മഭ്യ, ആത്മഭിഃ. ആത്മനെ, ആത്മഭ്യ, ആത്മഭ്യഃ. ആത്മനഃ, ആത്മഭ്യ, ആത്മഭ്യഃ. ആത്മനഃ, ആത്മനോഃ, ആത്മനാം. ആത്മനി, ആത്മനോഃ, ആത്മസു. ഇനി സം അധികം ആങ് അധികം ഛര് ഗതി അർത്ഥം. സമാചരേത് അത് വിധിലിംഗിലാക്കാനാണ് പറയുന്നത്. വിധിലിംഗ് നമ്മൾ ലട്ട് പഠിച്ചിട്ടുണ്ട്. പടുധാതുവിൻ്റെ ലട്ട് പടതി, പടുധാതുവിൻ്റെ ലങ് അപടത്, പടുധാതുവിൻ്റെ റെട്ട് പഠിഷ്യതി, പടുധാതുവിൻ്റെ ലോട്ട് പടതു. പടുധാതുവിൻ്റെ വിധിലിംഗിൽ പഠേത് എന്നാണ് പറയുക, പഠിക്കണം. അത് വിധി അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കാര്യം വിധിക്കുക. ആ സമയത്താണ് വിധി പ്രാർത്ഥന എന്ന അർത്ഥത്തിലാണ് ലിംഗ് ഉപയോഗിക്കുക. ലിംഗ് തന്നെ രണ്ട് തരമുണ്ട്, വിധിലിംഗ്, ആശീർലിംഗ്. ആശീർലിംഗ് എന്ന് പറഞ്ഞാൽ ആശിസുകൾ കൊടുക്കുമ്പോൾ ശുഭം ഭൂയാത്, ശുഭം ഭവിക്കട്ടെ, അത് ആശീർലിംഗാണ്. പിന്നെ വിധിലിംഗ് എപ്പോഴാണ് പ്രയോഗിക്കുക? ഒരു കാര്യം വിധിക്കുക, പ്രാർത്ഥിക്കുക എന്ന അർത്ഥത്തിലാണ് വിധിലിംഗ്. സമാചരേത്, സമാചരിക്കണം. സമാചരേത്, സമാചരേതാം, സമാചരേയു. ആചരേത്, ആചരേതാം, ആചരേയു. പടേത്, പടേതാം, പടേയു. അവിടെ സമം എന്നുള്ളത് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആചരേഹ, ആചരേത്, ആചരേഹ, ആചരേതം, ആചരേത. ആചരേയം, ആചരേവ, ആചരേവ. നമ്മൾ പറയില്ലേ മക്കളെ, പടേത് പടേതാം പടേയു, പടേഹ പടേതം പടേത, പടേയം പടേവ പടേമ. അത് തന്നെയാണ് ഇവിടെ സമ എന്നും കൂടെ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. പ്രയാസമൊന്നും വിചാരിക്കേണ്ട. പിന്നെ മധ്യമ പുരുഷനിൽ ഏതൊക്കെയാണ് കർത്താവാവുക? ത്വം യുവാം യൂയം. ഉത്തമ പുരുഷനിൽ അഹം ആവാമേയം. അതായത് ത്വം സമാചരേഹേ യുവാം സമാചരേതാം യൂയം സമാചരേത. പിന്നെ ഉത്തമ പുരുഷനിൽ പറയുമ്പോൾ അഹം സമാചരേയം, ആവാം സമാചരേവ, വയം സമാചരേമ. ബാക്കി എല്ലാ വാക്കുകളും പ്രഥമ പുരുഷനിൽ പെടും. ഒരു ഉദാഹരണം സഹ സമാചരേത്, തൗ സമാചരേതാം, തേ സമാചരേയുഹു. അടുത്തത് അമരകോശം ദയ. കൃപ, ദയ, അനുകമ്പ സ്യാത്, അനുക്രോശോപ്യധോഹസ. അപ്പം എന്തൊക്കെയാണ്?
കൃപ, ദയ, അനുകമ്പ, അനുക്രോശ, അധ, ഹസ. ഇതെല്ലാം ദയയുടെ പര്യായ പദങ്ങളാണ്. ഇനി ശബ്ദകോശം. മാനിനാം അഭിമാനിനാം, അഭിമാനികൾക്ക്. അമൃതം. മാനിനാം അഭിമാനികൾക്ക് അമൃതം, അമരത്വം, മരണമില്ലായ്മ. ജഗത്ത്, വിശ്വം, ലോകം. പ്രതികൂലം, അനനുകൂലം. അതായത് അനുകൂലമല്ലാത്തതാണ് പ്രതികൂലം, പ്രതികൂലമായത്. ഭയാനകം, ഭീതിജനകം, ഭീതിപ്പെടുത്തുന്നത്. മതദ്വേഷം, ധർമ്മദ്വേഷം, മതവിദ്വേഷം. സൂനൃതം, സത്യം. അധികതാംശം. സുഭാഷിതാനി സസ്വരം, ആലപത്. സ്ഫോരകപത്രം, അലിഖത്. സുഭാഷിതാനി സമാചിനോത്, ശേഖരിച്ചു. വിനാ ഇതി അവ്യയസയോഗ്യെ പ്രയുജ്യ വാക്യാനി അലിഖത്. ജലം വിനാ മത്സ്യാഹ ന ജീവന്തി. ജ്ഞാനാത് ന അവ്യയതോ കർമ്മ. തെറ്റിപ്പോയി വായിച്ചത്, ക്ഷമിക്കണേ. ജ്ഞാനാത് നവ്യായതേ കർമ്മ. ജ്ഞാനം വേണം മക്കളെ, അറിവ് വേണം. ഏത് കാര്യങ്ങളും അത്ര മതി എന്ന് വിചാരിക്കരുത്. ആ അറിവിൻ്റെ ഏറ്റവും പരമമായ അവസ്ഥ വരെ നമ്മൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ പഠിക്കാനൊരു താല്പര്യം വേണം. എന്തിനപ്പോൾ അധികം പഠിക്കണമെന്ന് വിചാരിക്കരുത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവാണ്. ജ്ഞാനാദേവത്വ കൈവല്യം എന്ന് പറഞ്ഞില്ലേ, ജ്ഞാനം കൊണ്ട് മോക്ഷം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. നേരത്തെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ധ്യേയവാക്യാണെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞുള്ളൂ. ആ ജ്ഞാനാത് നവ്യായതേ കർമ്മ. ജ്ഞാനം കൊണ്ട് നമ്മുടെ കർമ്മം നവ്യമായി തീരുന്നു. നമ്മുടെ കർമ്മങ്ങൾക്കൊരു പുതുമ വരുന്നു. അറിവ് വേണ്ടിടത്തോളം നമ്മൾ നേടുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഒരു നല്ലൊരു നൂതനത്വം അല്ലെങ്കിൽ നവ്യത വരുന്നു. ജ്ഞാനാത് നവ്യായതേ കർമ്മ. എല്ലാ കാര്യങ്ങളും ഇവിടെ അക്ഷരം പ്രതി വളരെ നല്ല കാര്യങ്ങളാണ് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നല്ലൊരു പാഠമാണ്. നമുക്കതിലുള്ള സുഭാഷിതങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എന്തേ വായിക്കല്ലേ? ശരി. വേഗം വായിക്കാം. പഞ്ചമഹാപാഠ സൂക്തിരത്നാനി. സുഭാഷിതങ്ങൾ. കൈരള്യം വിദ്യമാനാനി സ്വാതന്ത്ര്യ മഹത്വ സൂചകാനി കാനിചന പദ്യാനി ശ്രാവയിത്വ തദധികൃത്യ പ്രശ്നാൻ പൃച്ഛതി. അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. കൈരളിയിലുള്ള സ്വാതന്ത്ര്യ മഹത്വ സൂചകങ്ങളായ ചില പദ്യങ്ങൾ ശേഖരിച്ചിട്ട് അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നു. ഏതാദൃശാനി പദ്യാനി പൂർവ്വം ശ്രുതാനിക്ക്. ഇത് കേട്ടിട്ടുണ്ടോ മുൻപ്? ഏതേഷു പദ്യേഷു പ്രതിപാദ്യ വിഷയ കഹ. ഈ പദ്യത്തിൽ പറഞ്ഞിട്ടുള്ള പ്രതിപാദ്യ വിഷയം എന്താണ്? ഏതാദൃശാനി അന്യാനി പദ്യാനി ജാനന്തിക്കും. ഇതുപോലുള്ള മറ്റു പദ്യങ്ങൾ അറിയുമോ? അടുത്തത് അമുഖം. സുഷ്ടുഭാഷിതാനി സുഭാഷിതാനി. നല്ല ഭാഷിതങ്ങൾ, സുഭാഷിതങ്ങൾ. താനി ആകർഷകാനി ചിന്തോദ്ദീപകാനി ഭവന്തി. അവ ആകർഷകങ്ങളും ചിന്തയെ ഉണർത്തുന്നതുമാണ്. സംസ്കൃത ഭാഷായ അമൂല്യാനി സുഭാഷിതാനി സന്ധി. സംസ്കൃത ഭാഷയിൽ ധാരാളം സുഭാഷിതങ്ങളുണ്ട്. നൈകെ സുഭാഷിത രത്നാകരം അല്ലേ? പിന്നെ നൈകേ പണ്ഡിതാഹ സുഭാഷിതാന്യ അധികൃത്യ ബഹുധ പരാമൃഷ്ടവന്തഃ. ധാരാളം പണ്ഡിതന്മാർ സുഭാഷിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തേഷു പ്രമുഖ ഭവതി. അതിൽ പ്രമുഖനാണ് രവീന്ദ്രനാഥ ടാഗോർ മഹാശയ. തസ്യ മതേ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സുഭാഷിതാനി വിവേക ഗുളികാഹ സന്ധി. വിവേകത്തിൻ്റെ മുത്തുകളാണ്. വിവേകത്തിൻ്റെ വളരെ സാരവത്തായ കാര്യമാണ് ഈ സുഭാഷിതങ്ങൾ. സമാജസ്യ ഹിതായ യോഗ്യാനി സ്വാതന്ത്ര്യാധീനം പോഷകരൂപാണി കാനിജന സുഭാഷിതാനി പഠാമഹ. സ്വാതന്ത്ര്യത്തെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ചില സുഭാഷിതങ്ങൾ നമുക്കിവിടെ പറയാം. പക്ഷേ ഇത് മഹാകവി കുമാരനാശാൻ മഹോദയേന കൈരള്യാൻ രചിതം സുഭാഷിതം സംസ്കൃത ഭാഷയാ അനുദ്യതേ. ഇത് മഹാകവി കുമാരനാശാൻ്റെ മലയാളത്തിൽ എഴുതിയ ഒരു 4 വരികളാണ്. അത് ഇവിടെ സംസ്കൃതത്തിൽ തർജ്ജമ ചെയ്തതാണ്. സ്വാതന്ത്ര്യമേവാപ്യമൃതം സ്വാതന്ത്ര്യം ചൈവ ജീവിതം പാരതന്ത്ര്യം മാനിനാം തോ മരണാച്ച ഭയാനകം. അതിൻ്റെ മലയാളം എങ്ങനെയാണ്? സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അടുത്തത് പിന്നെ നമ്മളിവിടെ നാരായണ ഗുരുദേവൻ ഇവിടെ
അരുവിപ്പുറത്ത് സ്ഥാപിച്ച ആ അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ സ്ഥലത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുള്ള ഒരു സൂക്താണ്: ജാതിഭേദം മതദ്വേഷം വിനായത്ര ജനാസമേ സോദരത്വേന വർത്തന്തേ മാതൃകാസ്ഥാനമപ്യതാ. അതിൻ്റെ മലയാളം എങ്ങനെയാണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അടുത്തത് ക്ഷമയാ ദയയാ പ്രേംണ സോനൃതേനാർജവേന ച വശീകുര്യ ജഗത് സർവം വിനയേന ച സേവയാ. ക്ഷമ കൊണ്ട്, ക്ഷമാ ദയ പ്രേമം സത്യം, ക്ഷമാ ദയ സ്നേഹം സത്യം എന്നിവയെക്കൊണ്ട് ക്ഷമ ദയ സത്യം പ്രേമം ആർജവത്വം ആർദ്രത വാത്സല്യം ഇവയെക്കൊണ്ടെല്ലാം തന്നെ ജഗത്തിലെ എല്ലാം തന്നെ നമുക്ക് വശീകരിക്കാൻ കഴിയും. അതിന് ഉദാഹരണമാണ് ഇവിടെ 3 മഹാന്മാരുടെ ചിത്രങ്ങൾ: ശ്രീ ബുദ്ധൻ, മഹാത്മാഗാന്ധി, മദർ തെരേസ. അവരുടെ ചിത്രങ്ങൾ, ഛായാചിത്രങ്ങൾ. ശ്രൂയതാം ധർമ്മസർവസ്വം ശ്രുത്വാ ചൈവ വിചാര്യതം ആത്മന പ്രതികൂലാനി പരേഷാം ന സമാചരേത്. ധർമ്മസർവസ്വം ശ്രൂയതാം, ധർമ്മം കേട്ടാലും അത് കേട്ട് നമ്മൾ വിചാരം ചെയ്യണം, മനനം ചെയ്യണം. എന്നിട്ട് മനനം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രതികൂലമാണെങ്കിൽ ഒരിക്കലും അവ നമ്മൾ ആചരിക്കരുത്. ശ്രൂയതാം ധർമ്മസർവസ്വം ശ്രുത്വാ ചൈവ വിചാര്യതാം ആത്മന പ്രതികൂലാനി പരേഷാം ന സമാചരേത്. ധർമ്മത്തിൻ്റെ സാരാംശം നമ്മൾ കേൾക്കുക, കേട്ടിട്ട് മനനം ചെയ്യുക, ചിന്തിക്കുക. അത് തനിക്ക് വിപരീതമായ കാര്യമാണെങ്കിൽ അത് അന്യർക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ഈ പാഠത്തിൽ ആപ്തവാക്യം, ധ്യേയവാക്യം അത് വേറെ വേറെ ആക്കി എഴുതിയിട്ടുണ്ട്. ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ തന്നെ യോഗികളും മഹർഷിമാരും ഒക്കെ പറഞ്ഞിട്ടുള്ള വലിയ വാക്യങ്ങളാണ്. അവ ഏതെങ്കിലും സ്ഥാപനങ്ങൾ അത് അവരുടെ മുദ്രയിൽ അംഗീകരിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് ധ്യേയവാക്യം എന്ന് പറയും. അവിടെ ഈ പാഠം വളരെ നല്ല ഒരു സുഭാഷിതങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു പദ്യമാണ്. മലയാളത്തിലെ വരികൾ സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്ത് അതിനേക്കാൾ മനോഹരമാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ പാഠം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. വിജയാശംസകൾ. നമസ്തേ.